ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട്. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടായിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നന്നായിട്ട് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുള്ള 15 പച്ചമുളക് ഞാൻ എടുത്തിട്ട്, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം നല്ല എരിവും വേണം, നല്ല മധുരവും വേണം, പുളിയും വേണം, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ദാ ഈ പച്ചമുളക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വാട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ചിലപ്പോൾ പൊട്ടി ഇങ്ങനെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അടുത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് സെയിം വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതും ചേർത്തിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകണ്ട, ജസ്റ്റ് അതൊന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അതല്ലെങ്കിൽ ചെറിയ തീയിലിട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക, അത്രയും മതി കേട്ടോ. എന്നിട്ട് ഇതാ വീണ്ടും നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയ ടേസ്റ്റ് തന്നെ മാറി കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കൈപ്പിടി പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ 2 അച്ച് ശർക്കര കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കല്ലൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശർക്കരയൊന്നും മെൽട്ടായിട്ടില്ല കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വാട്ടി വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായി വരട്ടെ. അതേപോലെ തന്നെ ഇത് തിളച്ച് പച്ചമുളകിൽ നന്നായിട്ട് ഈ ഒരു വെള്ളമൊക്കെ പിടിച്ച് ഈ മുളക് പൊടിയുടെയും അതേപോലെ ശർക്കരയുടെ ഒക്കെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. എന്നിട്ടിതിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഈ പച്ചമുളക് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവും മധുരവും പുളിയൊക്കെ ഉള്ള ഒരു അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു പുളിഞ്ചിയുടെയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഏകദേശം. ഇനി ഇതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാനുള്ള കാരണം, നമ്മളെ വീട്ടിൽ ഒരാൾ അച്ചാർ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു പച്ചമുളകിൻ്റെ അച്ചാർ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻറ്റ് ചോദിച്ചപ്പോൾ അതിൽ തേനൊക്കെ ചേർക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് തേനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം അതാണ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാട്ടോ ഞാനിത്. ചൂടോടുകൂടെ തേൻ ചേർക്കരുത്, ലാസ്റ്റ് എല്ലാം തണുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ തേനും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് വരും കേട്ടോ നമ്മുടെ ഈ അച്ചാറിന്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പോൾ പുളിഞ്ചിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോട്ടിലാക്കിയിട്ട് എടുക്കാം. ഇതൊരു ഒരാഴ്ചയ്ക്ക് നമുക്ക് പുറത്ത് വെക്കാം. അതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ മാസം 2-3 മാസമൊക്കെ നമുക്കിതിങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായാലും ഫോളോ ചെയ്യാനും മറക്കല്ലേ.